ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജോസ 2022 അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ടായിരിക്കുകയാണ്. NIT, IIT, SPA മുതലായ എല്ലാവിധ ആർക്കിടെക്ചർ കോഴ്സസിൻ്റെ അഡ്മിഷൻ, അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്മിഷൻസൊക്കെ പാരലായിട്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നടത്തുന്നത്. അപ്പോൾ ഇത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ കോളേജിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് നമുക്കൊരു കോളേജിൽ അപ്ലൈ ചെയ്തിട്ട് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ആ കോളേജിൽ സീറ്റ് ഇടുന്നത്. അപ്പോൾ ഈ പ്രിഫറൻസ് അനുസരിച്ചെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കോളേജുകൾ നമ്മൾ ഹയർ പ്രിഫറൻസിൽ വെക്കണം. നമ്മൾ ലോവർ പ്രിഫറൻസിൽ നമ്മൾ സീറ്റ് കിട്ടിയാലും ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള കോളേജസ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. തമാശയ്ക്ക് ആഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട് പല കുട്ടികൾക്കും വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓപ്ഷൻസ് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോളേജസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പങ്കെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ചോയ്സ് ഫില്ലിംഗ് ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വൺസ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീസ്, ഫ്ലോട്ട്, അങ്ങനെ സ്ലൈഡ് മുതലായ 3 ഓപ്ഷൻസ് ഉണ്ട്. അത് വൺസ് സീറ്റ് കിട്ടിയതിന് ശേഷം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കിട്ടിയ കോളേജിൽ നിന്ന് ഹയർ ഓപ്ഷൻസിൽ പോകാൻ താല്പര്യമുണ്ടോ, അത് കിട്ടിയ കോളേജിൽ തന്നെ പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ടൈമിൽ ചെയ്തിരിക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ രജിസ്ട്രേഷൻ 9-ാം തീയതി വരെയൊക്കെയാണ് ടൈം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തില്ലെങ്കിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തായി പോകും. പ്രവേശനത്തിന് യോഗ്യതയുണ്ട്, മിനിമം ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. IITസിൽ വരണമെങ്കിൽ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ കോളേജിലും ലാസ്റ്റ് ഇയർ കിട്ടിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് അത് കാണാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ 3-ാം തീയതി വൈകിട്ട്, അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്നത്. ഇത് ഓപ്പൺ ആയപ്പോൾ തന്നെ നിങ്ങൾ കയറി എല്ലാം ചെയ്യണമെന്നില്ല. സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഗ്നൈറ്റിലെ കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ഇത് കൊടുക്കാറുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ AAT ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് എഴുതിയിട്ടുള്ളവർക്ക് മാത്രമാണ് IITസിലേക്ക് പ്രവേശനമുള്ളത്, നമുക്ക് അറിയാവുന്നതാണ്. JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് IITസിലേക്ക് പ്രവേശനമുള്ളത്. അപ്പോൾ 9-ാം തീയതി 2 മണിക്ക് 9-ാം തീയതി ജൂൺ 9-ാം തീയതി 2 മണിക്ക് ഒരു മോക്ക് സീറ്റ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് 8-ാം തീയതി വൈകിട്ട് 8 വരെയുള്ള ചോയ്സ് നോക്കിയിട്ട് 9-ാം തീയതി ഒരു മോക്ക് അലോട്ട്മെൻറ്റ് വരും. മോക്ക് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയ വെച്ചാൽ ആ സീറ്റ് നമുക്ക് കിട്ടിയെന്നല്ല അർത്ഥം, നമുക്ക് എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം 11-ാം തീയതി ഉച്ചരിഞ്ഞ് 2:30, അതായത് 12:30 മോക്ക് സീറ്റ് അലോക്കേഷൻ സെക്കൻഡ് വരുന്നത്. അത് 10-ാം തീയതി വരെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് 11-ാം തീയതി വരുന്നത്. 12-ാം തീയതി 5 മണിക്ക് ചോയ്സ് ഫില്ലിംഗ് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് അവസാനിക്കും. 12-ാം തീയതി 5 മണിയാകുമ്പോൾ 14-ാം തീയതി ഒരു 10 മണിയോട് കൂടിയിട്ട് 1-ാമത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് വരും. 14-ാം തീയതി 5 മുതൽ 18-ാം തീയതി വരെ ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഫീസ് അടയ്ക്കൽ, രേഖകളുടെ പരിശോധന മുതലായ കാര്യങ്ങളെല്ലാം നടക്കും. 18-ാം തീയതി 5 മണിക്കാണ് 1-ാം റൗണ്ട് ഫീസ് സ്വീകരിക്കാനുള്ള അവസാന ടൈം. 20-ാം തീയതി 5 മണിക്ക് രേഖകളെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഓൺലൈൻ മറുപടി സ്വീകരിക്കുന്നതിൻ്റെ അവസാനത്തെ ഒരു സമയമാണ്. 21-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ റൗണ്ടിലും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചിലർ പറയാനുണ്ട്, എനിക്ക് ആഗ്രഹം SPA ഡൽഹി അല്ലെങ്കിൽ ഭോപ്പാലാണ്, പക്ഷേ എൻ്റെ റാങ്ക് വെച്ച് അവിടെ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ആഗ്രഹമുള്ള കോളേജ് തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ, കിട്ടിയാലും ജോയിൻ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കോളേജിൽ നിൽക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു മിസോറാമിലൊരു കോളേജിൽ നിങ്ങൾ കിട്ടിയാലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് അത്ര ദൂരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം കോളേജസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മൾ ഓപ്ഷൻസിൽ കൊടുക്കാതിരിക്കുക. കാരണം വൺസ് കിട്ടിയിട്ട് നമ്മൾ ഫീസ് അടച്ചില്ലെങ്കിൽ ഫുൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ പുറത്താവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഡൗട്ടുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.